നമ്മുടെ വാഹനത്തിൽ നമ്മൾ ഇന്ധനം നിറച്ചിടുമ്പോൾ അത് ആവിയായി പോകുമോ എന്നൊരു ചിന്ത നമുക്ക് പലപ്പോഴും വന്നിട്ടുണ്ടാവാം. ആ ഒരു ചിന്ത ശരി തന്നെയാണ്. നമ്മൾ നമ്മുടെ വാഹനത്തിൽ ഇന്ധനം നിറച്ചിടുമ്പോൾ അത് ടാങ്കിനുള്ളിൽ വെച്ച് തന്നെ അത് ഇവാപ്പറേറ്റ് ആവുന്നുണ്ട്. ടാങ്കിനുള്ളിൽ വെച്ചുണ്ടാകുന്ന ഈ ഒരു ഇവാപ്പറേഷൻ എങ്ങനെയാണ് നമ്മുടെ വാഹനം തടയുന്നത്? അത് തടയുവാൻ വേണ്ടി നമ്മുടെ വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഡിവൈസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു സംഗതിയാണ് ആ ഒരു ഡിവൈസ്. ഇതിൻ്റെ പേരാണ് ചാർക്കോൾ ക്യാൻസ്റ്റർ. ഇത് നമ്മുടെ വാഹനത്തിൽ ചെയ്യുന്ന ജോലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ ടാങ്കിനുള്ളിൽ പെട്രോൾ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിൽ ആ ഒരു കുറച്ച് ഫ്യൂവൽ അവിടെ ഫ്യൂംസ് ആവുന്നു, ആവിയാവുന്നു. അങ്ങനെ ആവിയായിട്ടുള്ള ആ ഒരു ഫ്യൂവലിനെ, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ആ ഒരു ഫ്യൂവലിനെ ഈ ഒരു ക്യാൻസറിൻ്റെ ഉള്ളിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ ഒരു ക്യാൻസറിൻ്റെ പൊക്കത്തായിട്ട് 2 വാൽവ് ഉണ്ട്. ഒരെണ്ണം നമ്മുടെ ടാങ്കിൻ്റെ ആ ഭാഗത്ത് നിന്ന് വരുന്ന വാൽവും പിന്നെ ഒരെണ്ണം എഞ്ചിനിലേക്ക് വരുന്ന വാൽവും. അതായത് ടാങ്കിൻ്റെ അവിടെ നിന്ന് വരുന്ന ആ ഒരു ഗ്യാസിനെ ഈ ഒരു ക്യാൻസർ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വാഹനത്തിന് എപ്പോഴാണ് ആവശ്യം വരുന്നത്, ഫ്യൂവൽ കൂടുതൽ ആവശ്യം വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പെട്രോളിനെ നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇത് കടത്തിവിടുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ശരിയായ ജോലി. നമ്മുടെ എഞ്ചിൻ്റെ സൈഡിലായിട്ട് പെർജ് കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞ ഒരു വാൽവ് ഉണ്ട്. അപ്പോൾ ആ ഒരു വാൽവ് ആക്ടിവേറ്റ് ആകുന്ന എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് എപ്പോഴാണോ കൂടുതൽ ഫ്യൂവൽ വേണ്ടി വരുന്നത്, അതായത് ഒരു കയറ്റം കയറുമ്പോൾ നമ്മൾ കൂടുതൽ ആക്സിലേറ്റർ കൊടുത്ത് പിടിച്ച് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഫ്യൂവൽ വേണം. അങ്ങനെ കൂടുതൽ ഫ്യൂവൽ വേണ്ട സമയത്ത് ഈ ഒരു പെർജ് കൺട്രോൾ വാൽവ് ആക്ടിവേറ്റ് ആയി ഈ ക്യാൻസറിൻ്റെ ഉള്ളിലെ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പെട്രോളിനെ നമ്മുടെ എൻജിനുള്ളിലേക്ക് എയർ ഇൻടേക്ക് വഴി എയറുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ നമ്മുടെ ക്യാൻസറിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു ഫ്യൂംസ് നമുക്ക് ആവശ്യ സമയത്ത് പെട്രോൾ എപ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് കൂടുതൽ ആവശ്യം, ആ ഒരു സമയത്ത് ഈ ഒരു വാൽവ് ആക്ടിവേറ്റ് ആയിട്ട് നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ച് ബേൺ ചെയ്യിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു ക്യാൻസർ യൂണിറ്റിൻ്റെ പ്രധാന ജോലി. അപ്പം ഇനി ടെൻഷൻ വേണ്ട, നമ്മുടെ വാഹനത്തിൽ പെട്രോൾ അടിച്ചിട്ട് കഴിഞ്ഞാൽ അത് ആവിയായി പോകും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. അപ്പോൾ ഈ ഒരു ചാർക്കോൾ ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് നമ്മുടെ വാഹനത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൽ പെട്രോൾ ആവിയായി പോകത്തില്ല. അത് നമുക്ക് ആവിയായി പോകുന്നത് ഈ ഒരു ക്യാൻസർ യൂണിറ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വാഹനത്തിലേക്ക് കറക്റ്റ് സമയത്ത് ആവശ്യത്തിന് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ടെൻഷൻ ഇനി വേണ്ട. പക്ഷേ നമ്മുടെ വാഹനത്തിലെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ആവിയായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ അടപ്പ് ഇതുപോലെ തുറന്നിട്ട് കഴിഞ്ഞാൽ അത് ആവിയായി പോകും. അതുകൊണ്ട് നല്ലപോലെ ടൈറ്റായിട്ട് അടച്ച് സൂക്ഷിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാം. ഗുഡ് ബൈ.